ദേവകീദേവിയുടെയും വസുദേവരുടെയും പുത്രനായി കംസൻ ഭീഷണിപ്പെടുത്തിയ ഒരു അന്തരീക്ഷത്തിൽ, കംസനോടുള്ള ഭയം നിറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ, കംസന്റെ കാരാഗ്രഹത്തിൽ കൂരാകൂരിട്ടുള്ള അർദ്ധരാത്രിയിൽ ഭഗവാൻ പ്രകടമായി എന്ന് 3-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തുന്നു വ്യാസർ. ഭഗവാൻ പ്രകടമായ നിമിഷം തന്നെ എവിടെയും പ്രകാശം വ്യാപിച്ചു എന്നാണ്. അമ്മയ്ക്കൊക്കെ ഒരു ധൈര്യം തോന്നി, അച്ഛനും ഒരു വലിയൊരു ആനന്ദത്തിലേക്ക് അവരൊക്കെ ഉയർന്നു പ്രയാണം. ജീവിതത്തിൽ ആനന്ദം എപ്പോഴാണ് അനുഭവിക്കാൻ സാധിക്കുക? സമാധാനം, സന്തോഷം, സംതൃപ്തി എപ്പോ നമ്മുടെ മനസ്സ് ഭഗവത് പ്രേമത്തിലേക്ക് ഉയരുന്നുണ്ടോ, ആ പ്രകാശം നമ്മുടെ ഉള്ളിൽ നിറയുന്നുണ്ടോ, അപ്പോഴാണ് ദുഃഖത്തിൻ്റെതായ ഇരുട്ട്, അന്ധകാരം നമ്മളിൽ നിന്ന് നീങ്ങുള്ളൂ എന്ന് ഭാഗവതം ഓർമ്മിപ്പിക്കുന്നു. ഭയം ഉള്ളിടത്തൊക്കെ ദുഃഖമുണ്ട്, ദുഃഖമുള്ളിടത്തൊക്കെ ഭയവുമുണ്ട്. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഇപ്പൊ ഏതിലൊക്കെ നമുക്ക് ദുഃഖമുണ്ടോ അതൊക്കെ ഒരു ഭയത്തെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ ഭയവും ദുഃഖവും വരുന്നത്? അതിനുള്ള കാരണം അന്വേഷിച്ചവരാണ് നമ്മുടെ പൂർവികന്മാര്. അവർക്ക് മനസ്സിലായി ഭയവും ദുഃഖവും നിൽക്കുന്നത് 2 തലങ്ങളിലാണ്. ഒന്ന്, ആകർഷണത്തിലും ആസക്തിയിലുമാണ് ഈ ഭയവും ദുഃഖവും നിൽക്കുന്നത്. ആകർഷണം എന്ന് പറഞ്ഞാൽ കാമം എന്നർത്ഥം. ആസക്തി എന്ന് പറഞ്ഞാൽ അതിനെ എന്റേതാക്കി തീർക്കണം, പൊസസീവ്നെസ് എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ. അപ്പോ നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ 2 കാര്യങ്ങളുണ്ട്. എപ്പോഴും നമുക്ക് ഒന്നിനോട് ആകർഷണം തോന്നുന്നു, പലതിനോടും ആകർഷണം തോന്നുന്നു. ആ ആകർഷണം തോന്നുന്നതൊക്കെ എന്റേതാക്കി തീർക്കണം, നമ്മുടേതാക്കി തീർക്കണം എന്നിങ്ങനെ മനസ്സ് പറയുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പലതിനോടും ആകർഷണവും ആസക്തിയും തോന്നുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കുന്നില്ല, എവിടെ നിന്നാണ് ഈ ആകർഷണവും എവിടെ നിന്നാണ് ഈ ആസക്തിയൊക്കെ പൊങ്ങി വരുന്നത് എന്ന്. കാരണം നമ്മളിലൊക്കെ ഒരു ഈശ്വര ചൈതന്യം ഇല്ലായിരുന്നു എങ്കിൽ ഒന്നിനോടും ആകർഷണം നമുക്കുണ്ടാവുമായിരുന്നില്ല. തീർച്ചയായിട്ടും ഒരു ജഡത്തിന് മറ്റൊരു ജഡത്തോട് ഇതുവരെ ആകർഷണം തോന്നിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ മൈക്കിനെ കാണുമ്പോൾ മൈക്കിനോടൊരു ആകർഷണം തോന്നും, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ കാണുമ്പോൾ അതിനോടൊരു ആകർഷണത്വം തോന്നും. ആ കമ്പ്യൂട്ടറിന് നമ്മളോട് ആകർഷണത്വം തോന്നുന്നില്ല, നമുക്കേ തോന്നുന്നുള്ളൂ. ഒരു വസ്ത്രം നമ്മൾ കാണുമ്പോൾ വസ്ത്രത്തിന് നമ്മളോട് തോന്നുന്നില്ല ആകർഷണമൊന്നും. നമ്മളെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ മുന്നിലൂടെ പോകുമ്പോൾ അങ്ങനെ ഒരു സാരിയോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സോ നമ്മളോട് കയറി പറയുന്നില്ലേ, നോക്കൂ നിങ്ങളെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ, നിങ്ങളൊന്ന് എന്നെ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഏതെങ്കിലും വസ്ത്രം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്കാണ് അതിനോടൊരു ആകർഷണത്വം ഉള്ളത്. എന്നിട്ടാണ് നമ്മൾ പോയി മേടിക്കുന്നത്. ഒരു വസ്തുവും നമ്മളെ ഇങ്ങോട്ട് കയറി ആകർഷിച്ചിട്ടില്ല. ഒരു മദ്യപാനിയായിട്ടുള്ള ആളെ ഏതെങ്കിലും മദ്യക്കുപ്പി ആകർഷിക്കുന്നുണ്ടോ? പുകവലിക്കുന്ന ഒരാളെ ഏതെങ്കിലും ഒരു സിഗരറ്റോ അല്ലെങ്കിൽ സ്മോക്കിംഗ് സാധനങ്ങളോ ആകർഷിക്കുന്നുണ്ടോ? ഇല്ല. ആ വസ്തുക്കളൊന്നും നമ്മെ ഇങ്ങോട്ട് ആകർഷിക്കുന്നില്ല, നമ്മൾ അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നു. ഇവിടെയാണ് നമ്മളൊക്കെ ജീവിതത്തെ മനസ്സിലാക്കാതെ ജീവിക്കുന്നതുകൊണ്ടുണ്ടാവുന്ന ദുഃഖങ്ങളും വിഷമങ്ങളും. എന്തൊരു ശക്തി ഉള്ളതുകൊണ്ടാണ്, എന്തൊരു ചൈതന്യത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് എനിക്കിങ്ങനെ ആകർഷണത്വം തോന്നുന്നത്? അതേതാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്? അതിനെക്കുറിച്ച് നാം ചിന്തിക്കാനും മനസ്സിലാക്കാനും തയ്യാറായാൽ നമുക്ക് കാണാം നമ്മളിലൊരു കൃഷ്ണനുള്ളതുകൊണ്ടാണ് ആകർഷണത്വങ്ങളൊക്കെ ഉള്ളതെന്ന്. കൃഷ്ണൻ എന്നാൽ ആകർഷിക്കുന്നവൻ എന്നർത്ഥം. എല്ലാറ്റിനെയും ആകർഷിക്കാൻ അനുഗ്രഹിക്കുന്നവനാരോ അവൻ കൃഷ്ണനാണ്. കൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് എല്ലാം ആകർഷിതമായിത്തീരുന്നത്. അതുകൊണ്ട് കൃഷ്ണനില്ലെങ്കിൽ ഒന്നിനും ഒരു ആകർഷണത്വമില്ല. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് 2 വസ്തുക്കളിലേക്ക് നമ്മുടെ മനസ്സിനെ ആകർഷിപ്പിക്കാം. ഒന്ന്, ഈ ലോകത്തിലുള്ള വസ്തുക്കളോടും വ്യക്തികളിലും മനസ്സിനെ വെച്ച് അതിൽ ആകർഷണത്വം വയ്ക്കാം. നമ്മളെ നമ്മളാക്കി തീർക്കുന്ന, ഓരോരുത്തരെയും ഓരോരുത്തരാക്കി തീർക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെയും നമുക്ക് ആകർഷിക്കാൻ സാധിക്കും, ആകർഷിപ്പിക്കാൻ സാധിക്കും. അതിനെയാണ് ഭക്തി എന്നും അതിനെയാണ് പ്രേമം എന്നെല്ലാം വിളിക്കുന്നത്. ഏതായാലും ആ ഒരു നിമിഷം വസുദേവര് ജയിലിൽ പ്രകടമായ ആ പുത്രനെ നോക്കുമ്പോൾ കാർമേഘവർണ്ണത്തിൽ ഇരുന്ന കൃഷ്ണൻ പെട്ടെന്ന് ശംഖചക്ര ഗദാധാരിയിട്ട് അങ്ങോട്ട് പ്രകടമായി. വസുദേവർ നോക്കുമ്പോൾ ഉണ്ട് ശംഖചക്ര ഗദകൾ കാണുന്നു, വനമാല കാണുന്നു, പീതാംബരം കാണുന്നു, കൗസ്തുഭമണി കാണുന്നു. ആശ്ചര്യത്തോടും അത്ഭുതത്തോടും കൂടി ആ രൂപത്തെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ഭഗവാൻ കാരുണ്യത്താലൊന്ന് പുഞ്ചിരിച്ചു.
ആ സമയത്ത് വസുദേവര് ഭഗവാനെ നോക്കിക്കൊണ്ട് സ്തുതിക്കുകയാണ്. 3-ാമത്തെ അധ്യായത്തിൽ സ്തുതി കാണാൻ നിങ്ങൾക്ക്. വസുദേവര് പറയുന്നു, വിദിതോസി ഭവൻ സാക്ഷാൽ പുരുഷപ്രകൃതേ പരാ കേവലാനുഭവാനന്ദസ്വരൂപ സർവബുദ്ധിതൃ. ഭഗവാനെ, അവിടുന്ന് ആനന്ദസ്വരൂപനാണ്. ആ ആനന്ദത്തെ അനുഭവിക്കണമെങ്കിലോ അതിനു വേണ്ടത് അങ്ങയെ മനസ്സിലാക്കാനുള്ള ഒരു വിവേകബുദ്ധി വേണം. അങ്ങനെ വിവേകബുദ്ധി കൊണ്ട് മനസ്സിലാക്കുമ്പോൾ അങ്ങയെ അറിയാൻ സാധിക്കും. അങ്ങ് ഉള്ളതുകൊണ്ടാണ് ഈ മനസ്സും ശരീരമൊക്കെ ചൈതന്യമായിട്ട് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു ഭഗവാനെ. അപ്പൊ വസുദേവര് കൃഷ്ണനെ ശംഖചക്ര കഥാരൂപത്തിൽ കാണുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കണു, ആ കൃഷ്ണൻ ഉള്ളതുകൊണ്ടാണ് തനിക്കിങ്ങനെ സ്തുതിക്കാൻ പോലും സാധിക്കുന്നത്, തന്റെ കണ്ണുകൊണ്ട് നോക്കാൻ സാധിക്കുന്നത്. ആ കൃഷ്ണ ചൈതന്യം തന്നിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ശരീരത്തിലൂടെ ഒരനുഭവങ്ങളും അനുഭവിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഇത് നല്ലവണ്ണം നമ്മൾ ഉറപ്പിക്കണം. നമ്മളൊക്കെ നമ്മളായി തീർന്നിരിക്കുന്നത് ഭഗവത് സാന്നിധ്യം കൊണ്ടാണ്, ഭഗവത് ചൈതന്യം കൊണ്ടാണ്. എപ്പോൾ ആ ഭഗവത് ചൈതന്യം നമ്മളിലില്ലേ നമ്മുടെ മനസ്സിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. എപ്പോ മനസ്സില്ലേ ഈ ശരീരത്തിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഇതാണ് പരമാർത്ഥം എന്നത്. അതുകൊണ്ട് ആ പരമാർത്ഥമായ സത്യത്തിലേക്ക് നിരന്തരം നമ്മുടെ മനസ്സിനെ ഉയർത്തണമെങ്കിൽ നല്ലവണ്ണം വിവേകം വേണം. അതിനെന്ത് വേണം? ഏവം ഭവാൻ ബുദ്ധ്യനുമേയ ലക്ഷണൈ ഗ്രാഹൈ ഗുണൈ സന്നവിതൽ ഗുണാഗ്രഹ അനാവൃതത്വാൽ ബഹിരന്തരം നദേ സർവസ്യ സർവാത്മനാത്മവസ്തുനാം. ആ വിവേകമുണ്ടാവണമെങ്കിൽ നാം നല്ലവണ്ണം ഇതെല്ലാം മനസ്സിലാക്കി ചിന്തനം ചെയ്യണം, വിചാരം ചെയ്യണം. അതുകൊണ്ട് ശാസ്ത്രങ്ങളൊക്കെ നമ്മളോട് പറയുക, വിചാരം ചെയ്യൂ എന്നാണ്. പ്രാർത്ഥിക്കുക എന്നത് മനസ്സിന്റെ സ്വഭാവമാണെങ്കിൽ വിചാരം ചെയ്യുക എന്നത് ബുദ്ധിയുടെ സ്വഭാവമാണ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. പ്രാർത്ഥിക്കാൻ ബുദ്ധി വേണ്ട. നിങ്ങൾ അമ്പലത്തിൽ ചെന്ന് കൈകൂപ്പിക്കൊണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കണേ, ആയുസ് തരണേ, രോഗം ഉണ്ടാക്കരുതേ, ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ആയുസിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ ഭർത്താവിനും മക്കൾക്കൊക്കെ ആയുസിട്ട് കൊടുക്കണേ, ജോലി ഒരിക്കലും സസ്പെൻഷൻ ഉണ്ടാവരുത്, എന്നും ജോലി നിലനിൽക്കണേ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ ഭഗവാനെ അവിടുന്ന് കൂടെയുണ്ട് എന്ന സ്മരണ വിട്ടുപോവാതെ ഉള്ളിലുണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയണമെങ്കിൽ ബുദ്ധി പ്രവർത്തിക്കണം, അല്ലാതെ പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. ഭഗവാനെ നമ്മളിൽ നിന്ന് വേറെയായിട്ട് കാണാൻ മനസ്സ് വിചാരിച്ചാൽ സാധിക്കും. ഭഗവാൻ കൂടെയുണ്ടെന്ന് ബോധ്യപ്പെടാൻ വിവേകബുദ്ധി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഭാഗവതത്തെ പരമഹംസ സംഹിത എന്ന് വിളിക്കുന്നത്. ഓരോ അധ്യായം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് പാരമഹംസ്യായാം സംഹിതായാം, ഇത് പരമഹംസ സംഹിതയാണ് ഈ ഭാഗവതം എന്ന് പറയുന്നത്. പരമഹംസം എന്ന് പറഞ്ഞാൽ ആരാണ്? നേരത്തെ ആ ഹംസത്തിന്റെ കഥ ഞാൻ പറഞ്ഞു. പാലും വെള്ളവും കൂട്ടിച്ചേർന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാലിനെയും വെള്ളത്തെയും വേർതിരിച്ച് പാലിനെയും മാത്രം സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു പക്ഷിയാണ് ഹംസം എന്ന് വിളിക്കാറുള്ളത്. പക്ഷെ ഇവിടെ ഹംസം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വിവേകബുദ്ധിയാണ്. കാരണം സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കാനും സത്യത്തിലേക്ക് മനസ്സിനെ ഉയർത്താനും നമ്മുടെ ഓരോരുത്തരുടെയും വിവേകബുദ്ധി കൊണ്ട് സാധിക്കും എന്നതുകൊണ്ട് ആ വിവേകബുദ്ധിയാണ് ഹംസം എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും വിവേകബുദ്ധി തന്നെയാണ് പറയുന്നത്. അപ്പൊ അതിനെ പരിശീലിപ്പിച്ചെടുക്കണം നമ്മൾ. എന്നാൽ നമുക്ക് ഈ പറയുന്നത് സത്യമാണെന്ന് ബോധ്യം വരും. ഇതെല്ലാം പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ചപ്പോ ദേവകീദേവിക്കും തോന്നി ഭഗവാനെ ഒന്ന് സ്തുതിക്കണമെന്ന്. പ്രേമത്തോടുകൂടിയിട്ട് തന്റെ മുന്നിൽ ശംഖചക്ര കഥാധാരിയിട്ട് നിൽക്കുന്ന ഭഗവാനെ കൈകൂപ്പിക്കൊണ്ട് ആ അമ്മ സ്തുതിച്ചുകൊണ്ട് പറയുന്നു, രൂപം യത്തൽ പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതി നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാ വിഷ്ണുരധ്യാത്മദീപ. ഭഗവാനെ അവിടുന്ന് ആത്മപ്രകാശമാകുന്നു, വിഷ്ണു പ്രദീപം. പ്രദീപം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ പ്രകാശമുള്ളവനാരോ അവൻ വിഷ്ണു. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നവനാരോ അവൻ വിഷ്ണു. എല്ലാറ്റിനെയും ജ്യോതിസാക്കി തീർക്കുന്നവനാരോ അവൻ വിഷ്ണു. ഈ ജ്യോതിസാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചൈതന്യവത്താക്കി തീർക്കുക. അപ്പൊ നമ്മളിലൊക്കെ പരസ്പരം നോക്കുമ്പോൾ നമുക്കൊരു ആകർഷണമുണ്ട്. നമ്മൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നു. ഈ ആകർഷണം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? നമ്മൾ സ്വയം നമ്മളോട് ചോദിച്ചു നോക്കൂ. ശരീരത്തിൽ നിന്നാണോ ആകർഷണത്വം തുടങ്ങുന്നത്? തീർച്ചയായിട്ടും ശരീരത്തിന് ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട്, ഇല്ല പറയാൻ പറ്റില്ല. ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ നോക്കിയെന്ന് വരും, കണ്ടാൽ ചിലപ്പോൾ ഷൂൾ അടിച്ചെന്ന് വരും. കാരണം ഒരു ആകർഷണത്വം അയാൾക്കുണ്ട്. ഒരു പണക്കാരൻ പോകുന്ന സമയത്ത് നമ്മളൊന്ന് നോക്കിയെന്ന് വരും. കാരണം
അയാളുടെ ഒരു ആകർഷണത്വം ഉണ്ട്. അയാളുടെ പത്രാസും അയാളുടെ ഗമയും അയാളുടെ പ്രതാപവും ഒക്കെ കാണുമ്പോൾ ഒരു ആകർഷണത്വം അതിലേക്ക് ഉണ്ടായിരിക്കും. ഇങ്ങനെ വസ്തുക്കൾക്കും വ്യക്തികൾക്കും ആകർഷിക്കാൻ സാധിക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ ആകർഷണത്വം തുടങ്ങുന്നത്? തോലിൽ നിന്നാണോ, മാംസത്തിൽ നിന്നാണോ, അയാളുടെ വ്യക്തിത്വത്തിൽ നിന്നാണോ? എവിടെ നിന്നാണ് ഒരു ആകർഷണത്വം തുടങ്ങുന്നത്? സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഒരു ചൈതന്യത്തിൽ നിന്നാണ് ആകർഷണത്വം തുടങ്ങുന്നത്. അതെങ്ങനെ മനസ്സിലായി? ചൈതന്യമില്ലായിരുന്നു എങ്കിൽ നമുക്കൊന്നും ആകർഷിക്കാനുള്ള ശക്തിയില്ല. അതെങ്ങനെ മനസ്സിലാവുന്നു? കാരണം എത്ര സൗന്ദര്യമുള്ള ആളായാലും ശരി, ഒരിക്കൽ ചൈതന്യം ശരീരത്തിൽ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും സൗന്ദര്യം നോക്കാറില്ല. ഉണ്ടോ? മരിച്ചുപോയ ശരീരത്തിൽ ആരും സൗന്ദര്യം നോക്കാറില്ല. വേഗം ഒരു തുണി എടുത്തിട്ട് അതിനെ മൂടിയിട്ടേക്കും. പിന്നെ അതൊരു ശവമാണ്. ശരിയല്ലേ? ഒരുപക്ഷെ മിസ് വേൾഡ് കോമ്പറ്റീഷൻ ഞാനും നിങ്ങളും ടി വി കൂടെ കണ്ടുവന്ന് വരും. മിസ് ശവത്തിന്റെ ഒരു കോമ്പറ്റീഷൻ വെച്ചാലോ ആരെങ്കിലും അത് നോക്കി നിൽക്കുമോ? ആരും പോയി നോക്കാറില്ലേ ശവത്തിന്റെ ഒരു കോമ്പറ്റീഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ? ആരെയും അത് ആകർഷിക്കില്ല എന്ന് മാത്രമല്ല, അത് ഭയം ജനിപ്പിക്കുന്നു പറയാൻ. നോക്കൂ, ഒരു വശത്ത് കാമമുണ്ടായി, ഒരു വശത്ത് ഭയമുണ്ടാക്കുന്നു പ്രിയാണ്. ഇത് രണ്ടും ആരംഭിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ചൈതന്യത്തിൽ നിന്നാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ അത് തന്നെയാണ് ഭഗവാനെ അധ്യാത്മദീപം, അവിടുന്നായിരിക്കുന്ന അധ്യാത്മദീപം. ഇത് മനസ്സിലാക്കാതെ ആളുകൾ എന്ത് ചെയ്യുന്നു? മർത്യോ മൃത്യുവ്യാളഭീതപ്പലായൻ സർവാൻ ലോകാൻ നിർഭയം നാദിഗച്ഛേ ത്വൽപാദാബ്ജം പ്രാപ്യയദച്ഛയാദ്യ സ്വസ്ഥശേതേ മൃത്യുരസ്മാതവൈതി. മർത്യോ മൃത്യുവ്യാള ഭീതപ്പലായൻ, മൃത്യുവിനെ ഭയന്ന്. മൃത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാശത്തെ ഭയന്ന്. നമ്മളെയൊക്കെ ജനിക്കുമ്പോഴേ എഴുതി വിട്ടിട്ടുണ്ടൊരു കാര്യം, ഒരു ദിവസം പൂവിട്ടോന്നു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അയ്യോ ഞാൻ പൂവല്ലോ 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 എന്നുള്ളത് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പോവാൻ എനിക്ക് മോഹമില്ല, പക്ഷെ കാലം പറയുന്നു നീ ഒരിക്കൽ പോവിട്ടോ എന്ന്. അങ്ങനെ ഈ കാര്യം നമ്മളെ ഭയത്തിലേക്ക് നയിക്കുന്നു. നമ്മളറിയാതെ ഒരു ഭയം നമ്മുടെ പിന്നാലെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭയത്തെക്കുറിച്ച് നമുക്ക് നാളെ വ്യക്തമായിട്ട് കാണാം. എവിടെ നിന്നാണ് ഭയം ആരംഭിക്കുന്നതെന്നൊക്കെ 11ാം സ്കന്ധത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഭയമാണ് എന്ന് കണ്ടെത്തിയവരാണ് നമ്മുടെ പൂർവികന്മാർ. ഏതായാലും ഈ ഭയത്തെ തിരിച്ചറിയാൻ പറ്റാതെ ഞാനും നിങ്ങളും പലായൻ ഓടുന്നു. എന്തിനൊക്കെയാ ഓടുന്നത്? നമ്മൾ വിചാരിക്കണോ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഭയം ഉണ്ടാവില്ല. ഒരു സുരക്ഷിതത്വം വേണം, ആരെങ്കിലും എൻ്റെ കൂടെ വേണം. ഇനി അതല്ലെങ്കിൽ ഒരു പട്ടി വേണം, അല്ലെങ്കിൽ ആരെങ്കിലും വേണം കൂടെ. അല്ലെങ്കിൽ എനിക്ക് പേടി, ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പേടിയെ പറ്റില്ല എന്ന് പേടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം എറണാകുളത്തൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നാൽ ചിലപ്പോൾ ആളെ കാണില്ല, ചിലപ്പോൾ അത്രയും കുഴപ്പം പിടിച്ച സ്ഥലമായിരിക്കും അവിടെ. അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ നമുക്കൊക്കെ പേടി വരുന്നു. ഒന്നുകിൽ ടി വി വേണം, അല്ലെങ്കിൽ മാഗസിൻ വേണം, അല്ലെങ്കിൽ ആരെങ്കിലും വേണം, അല്ലെങ്കിൽ ടെലിഫോൺ വേണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ടെലിഫോണും ഇല്ല, ടി വിയും ഇല്ല, കറണ്ടും ഇല്ല, ഒറ്റയ്ക്കാണ് താനും. ആ സമയത്ത് വാതിൽക്കൊരു മുട്ടും. നമ്മുടെ മുട്ട അപ്പം വരില്ലേ? ഇങ്ങനെ ചിന്തിക്കാനുണ്ടോ? ഭയം പുറകോട്ട് നമ്മളെ അങ്ങനെ അങ്ങനെ ആകെ അസ്വസ്ഥരാക്കില്ലേ? അവ ചോദിക്കുകയാണ്, ഇങ്ങനെ നമ്മൾ ഭയക്കുന്ന സമയത്ത് പലതിനെയും കൂടെ വെക്കണം, അതിനോടൊക്കെ ഒരു ആസക്തിയും അതിനോടൊക്കെ ഒരു പൊസസീവ്നെസ്സും വെക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, എവിടെ നിന്നാണ് എന്നിൽ ഈ ഭയമൊക്കെ ആരംഭിക്കുന്നത്? എന്റെ ഭയം ശരീരത്തിൽ നിന്നാണോ ആരംഭിച്ചിരിക്കുന്നത്, എന്നെ ഞാനാക്കുന്ന ആ ഈശ്വര ചൈതന്യത്തിൽ നിന്നാണോ ആരംഭിച്ചിരിക്കുന്നതെന്ന്? സ്വാമി, അപ്പൊ അതൊന്നും ചിന്ത വരില്ല. അപ്പൊ ആകെയുള്ള ചിന്ത വാതിൽ എത്ര അടച്ചിടാൻ പറ്റുമോ, കുറ്റികളിടാൻ പറ്റുമോ, എന്നിട്ട് കട്ടിന്റെ ചുവട്ടിൽ ഒളിക്കാൻ പറ്റുമോ, അതൊക്കെ അപ്പം ചിന്ത വരുള്ളൂ. അല്ലാതെ ആ സമയത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഓ ഭഗവാനെ, അവിടുത്തെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഭയം പൊങ്ങി വരണമെന്ന് ഞാനിതൊക്കെ അറിയുന്നുണ്ട്. ആർക്കും അതൊന്നും ആ സമയത്ത് തോന്നാറില്ല. ഇനി തോന്നിയാൽ തന്നെ നമ്മൾ അധികം ചിന്തിക്കാറുമില്ല. കാരണം അതൊക്കെ ആകെ നമ്മളെ കുഴപ്പമുണ്ടാക്കുന്ന ചിന്തകളാണ്. അപ്പോ ഈ ചിന്തകളൊക്കെ നേരത്തെ ഉറപ്പിക്കണം. നോക്കൂ, 7 ദിവസം ഭാഗവതം കേട്ടതുകൊണ്ടാണ് 7ാമത്തെ ദിവസം തക്ഷകനെന്ന ഭയത്തിന്റെ മുന്നിൽ സധൈര്യം ഇരിക്കാൻ പരീക്ഷിത്ത് രാജാവിന് സാധിച്ചത്. ആ ഒരു നിമിഷമല്ല എന്ന് പറയാണ്. അതിനുവേണ്ടി അദ്ദേഹം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനുവേണ്ടി അഭ്യാസം ചെയ്യണം. പതുക്കെ 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 നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. ഒരു കാരണവര് അദ്ദേഹത്തിനൊരു വിരുന്ന് പോകണം, കല്യാണത്തിനൊക്കെ പോകണം. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മെയിൻ റോഡിലേക്ക് ഇറങ്ങി, ഹൈവേയിലേക്ക് ഇറങ്ങി. അപ്പൊ ബസ് സ്റ്റോപ്പ് കുറെ ദൂരെയാണ്. ഇദ്ദേഹം റോഡിന്റെ സൈഡിൽ നിന്ന് കൈ നീട്ടി.
കൈനീട്ടിയപ്പോൾ ബസ് നിർത്തി, ഗവൺമെന്റ് ബസ്, KSRTC. ആൾക്കെന്തോ തോന്നി ഒരു കാരണം ഒരു പാവൻ ഇപ്പൊ സ്റ്റോപ്പ് ഒന്നും നോക്കണ്ട, ഇദ്ദേഹത്തെ പിടിച്ച് കയറ്റാന്ന്. അങ്ങനെ അദ്ദേഹം ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തി. വണ്ടി നിർത്തിയപ്പോൾ കണ്ടക്ടർ പറഞ്ഞു കയറുമെന്ന്. അപ്പൊ അദ്ദേഹം ഉറക്കം വിളിച്ചു പറയാണ്, ഇല്ല ഞാനൊന്ന് റിഹേഴ്സൽ നോക്കിയതാ, നാളെ വന്നിട്ട് കയറാൻ വേണ്ടിയിട്ട് എന്ന്. അപ്പൊ ഇവിടെ നിർത്തൂല്ല എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്, ഈ നാളെ കല്യാണം, ഇന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു റിഹേഴ്സൽ നോക്കിയതാണ്. ഇതുപോലെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു സംഗീത കച്ചേരി നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ എത്ര ഗംഭീരം, പാട്ട് കേമായിട്ടുണ്ട്, നല്ല കുട്ടികൾ പാടിയപ്പോൾ പലരും പറയുന്നു ഓ ഗംഭീരെന്ന്. പക്ഷെ ആ കുട്ടികൾ ദിവസം അഭ്യസിക്കേണ്ടത് നമ്മൾ ആരെയും അറിയുന്നുണ്ടോ? എന്നും പ്രയത്നിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഏത് കാര്യവും അഭ്യസിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഒരു ഗവൺമെന്റ് സ്കൂളിൽ AEO ഇൻസ്പെക്ഷന് വന്നു. പൊതുവെ ഗവൺമെന്റ് സ്കൂളുകളിലാണല്ലോ AEO തുടങ്ങിയിട്ടുള്ള ഇൻസ്പെക്ടേഴ്സൊക്കെ വന്ന് ഇൻസ്പെക്ട് ചെയ്യുക. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഓരോ ക്ലാസ്സിൽ നിന്ന് ക്ലാസ്സിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. AEO മുമ്പ് മാത്സ് ടീച്ചറായിരുന്നു, കണക്ക് പഠിപ്പിച്ച മാഷായിരുന്നു. ഒരു ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഭയങ്കര സ്പിരിറ്റായി, ഓ എന്റെ വിഷയമാണല്ലോ പഠിപ്പിക്കുന്നത് എന്ന്. അപ്പൊ അദ്ദേഹം അധ്യാപകനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ? ഓ വളരെ ഇംപ്രൂവ്ഡ് ആണോ, ഞാൻ വന്നതിന് ശേഷം വളരെ വളരെ മാറ്റമുണ്ടോ? അപ്പൊ നിങ്ങൾ വന്നിട്ട് എത്ര കാലമായി? ഞാൻ വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ എന്ന്. ഓഹോ, എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന്. ഓ സാറിന് എന്ത് വേണമെന്ന് ചോദിച്ചാൽ കുട്ടികളൊക്കെ സ്മാർട്ടായിട്ട് ഉത്തരം പറയുന്നു. അപ്പൊ അധിക കുട്ടികൾ, ഒരു 90% കുട്ടികൾ 3 കൊല്ലേ തോറ്റിട്ടുള്ളൂ ആ ക്ലാസ്സിൽ. അങ്ങനെയുള്ള കുട്ടികൾ അവിടെ ഇരിക്കുന്നത്. ഉടനെ AEO ചോദ്യം ചോദിക്കാൻ നിശ്ചയിച്ചു. അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുകയാണ്, 6 ഗുണിച്ചാൽ എത്രയാണെന്ന്. ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന കുട്ടിയോട് 6 × 6 എത്രയാണെന്ന്. പുറകിലിരിക്കുന്ന കുട്ടിക്ക് ഒട്ടും തർക്കണ്ടായില്ല. അവൻ ഉടനെ പറഞ്ഞു, സാർ 86. 86 ഒരൊറ്റ അടി. ഇത് കേട്ടപ്പോൾ AEO അധ്യാപകന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എന്താ സാർ നിങ്ങൾ പഠിപ്പിക്കുന്നത്? 6 ഗുണിച്ചാൽ 86 എന്ന്. ഉടനെ അധ്യാപകൻ കൈകൂപ്പിയിട്ട് പറയാണ്, സാർ അയാൾ വളരെ ഇംപ്രൂവ്ഡ് ആയിരുന്നു. കഴിഞ്ഞ കൊല്ലം ഞാൻ വന്നപ്പോണ്ടല്ലോ 106 അയാൾ പറഞ്ഞത്. അതിന്റെ മുമ്പത്തെ വർഷം അയാൾ 206 തുടങ്ങിയത്. ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ കൊല്ലം 106 എത്തിയിട്ടുണ്ട്, കൊല്ലം 86 എത്തിയില്ലേ? ഒരു 2 കൊല്ലം കൂടി സാറ് വരുന്നേ. അവൻ ഇംപ്രൂവ്മെന്റ് ഇല്ല പറയാൻ പറ്റില്ല, കുറഞ്ഞു വരുന്ന. ഒരു ദിവസം കറക്റ്റ് ആൻസർ അവൻ പറഞ്ഞിരിക്കും. അതുകൊണ്ട് സാർ അവൻ മോശമാണെന്നും പറഞ്ഞു വിടരുത് എന്ന് പറയാണ്. ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇതുപോലെ നമ്മൾ അഭ്യാസം ചെയ്യുമ്പോൾ മാത്രമാണ് ഇംപ്രൂവ്മെന്റ് നമുക്ക് വരാൻ തോന്നും. അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നതുകൊണ്ട് ഒരു ദിവസം നിങ്ങൾ വിചാരിക്കരുത്, ഓ എനിക്ക് ഭയമൊക്കെ നീങ്ങി ഞാൻ പരമപ്രേമത്തിൽ അങ്ങനെ ഇരിക്കും, ഒരു കള്ളൻ മുന്നിൽ വരുമ്പോൾ വാളെടുത്തോ അല്ലെങ്കിൽ കത്തിയെടുത്തോ ചൂണ്ടുമ്പം പേടിയില്ലേ കുട്ടാ, ഭാഗവതല്ലേ എന്റെ ഉള്ളില്, അതൊക്കെ വരുന്നൊന്നും വിചാരിക്കരുത്. അപ്പൊ ഒരു ഭാഗവതം വരില്ല. പറ്റിയ ഭാഗവത പുസ്തകം കയ്യിലിടിച്ച് തടുക്കാൻ പറ്റുമെന്ന് നോക്കും, അതൊക്കെ നമുക്ക് വരുള്ളൂ. അല്ലാതെ ഇതൊന്നും. ഞങ്ങൾ ശബരിമലയിൽ സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എവിടുന്ന് ഒരു പാമ്പ് വന്നു. അത് നമ്മളടുത്തു കൂടി തന്നെയാണ് വന്നത്. നമ്മളതൊന്നും ശ്രദ്ധിച്ചില്ല. ആ പാമ്പ് താഴേക്ക് ഇറങ്ങി ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നിടത്തേക്ക്. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോണ്ട് പായ വരെ ചുരുട്ടിയിട്ട് ആളുകൾ ഓടുന്നുണ്ട്, ഓടാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്കറിയില്ല ഞാൻ എന്താ പറയാന്നുള്ളത്. അതുകൊണ്ട് ഓടാനും പറ്റില്ല. എന്നാൽ ഉള്ളിൽ മുഴുവൻ ഇത് എപ്പോഴാ വരിക, ഈ സാധനം എപ്പോഴാ വരിക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. പെട്ടെന്ന് നമുക്ക് ഇതൊന്നും അങ്ങോട്ട് ദൃഢമായി കിട്ടില്ല. അതുകൊണ്ട് എന്ത് വേണം? അഭ്യാസേനതു കൗന്ദേയ. ഭഗവാൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ഒരു പദമാണ് അഭ്യാസം എന്നുള്ളത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതെ ഒന്നും നമുക്ക് കൈവരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സ്വസ്ഥശ്ചേതേ, സ്വസ്ഥനായിത്തീരണ്ടേ. അതിനെന്ത് വേണം? ഭഗവാനിലേക്ക് തിരിയണം. ഈ സ്വസ്ഥം എന്നുള്ള പദം വളരെ രസമാണ് ചിന്തിക്കാൻ. ഞാൻ നിങ്ങളോട് നേരത്തെ ആദ്യം തന്നെ പറഞ്ഞു, ആനന്ദം, സന്തോഷം, സംതൃപ്തി ഇതെല്ലാം ഭഗവാന്റെ തന്നെ സ്വരൂപമാണ്, ഭഗവാന്റെ പേരുകളാണ് ഇതൊക്കെ. അതുകൊണ്ട് മനസ്സിലല്ല സന്തോഷമുള്ളത്, മനസ്സിലല്ല ശാന്തിയുള്ളത്, മനസ്സിലല്ല സമാധാനമുള്ളത്, മനസ്സിലല്ല സംതൃപ്തിയുള്ളത്. ഇതൊക്കെ ഭഗവാനിലാണ് ഉള്ളത്. എപ്പോ നമ്മുടെ മനസ്സ് അവിടേക്ക് തിരിക്കുന്നുവോ, ഭഗവാനിലേക്ക് ഉറപ്പിക്കുന്നുവോ, ആ പ്രേമത്തിലേക്ക് ഉയരുന്നുവോ, അപ്പോ നമുക്കിതൊക്കെ അനുഭവിക്കാൻ സാധിക്കും. അതിൽ ഉള്ളൊരു മറ്റൊരു പദമാണ് സ്വസ്ഥൻ എന്നുള്ള പദം. അത് എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറായാലും. സംസ്കൃതത്തിൽ സ്ഥ എന്ന ശബ്ദത്തിനർത്ഥം ഉറപ്പിക്കുക എന്നാണ്. സ്ഥ എന്ന ശബ്ദത്തിനർത്ഥം ഉറപ്പിക്കുക. പണ്ട് കാലങ്ങളിൽ വീട്ടിലൊക്കെ അതിഥികൾ വന്നാൽ അവർക്കിരിക്കാൻ പീഠങ്ങളായിരുന്നു കൊടുത്തിരുന്നത്. അതിനുശേഷമാണ് ഈ പുൽപ്പായയും പായയുടെ സംസ്കാരമൊക്കെ വന്നത്. ഈ ചെയറും സ്റ്റൂളൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലം. അപ്പൊ പീഠങ്ങൾ കൊടുക്കും. ഇരിക്കാൻ ഒരു മരത്തിന്റെ പലക ഉണ്ടെങ്കിൽ അതെടുത്തു കൊടുക്കും.
അപ്പൊ ആ കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും പ്രാചീന കാലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ പീഠം കൊടുത്തിട്ട് ഉപവിശതു, പീഠസ്ഥ ഉപവിശതു, പീഠത്തിൽ ഇരിക്കാൻ പറയും. അപ്പൊ പീഠസ്ഥൻ എന്ന് പറയുമ്പോൾ ആ പീഠത്തിൽ ഇരിപ്പുറപ്പിച്ചവൻ എന്നർത്ഥത്തിലാണ് പറയുന്നത്. സ്ഥൻ എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക. ഭഗവാന്റെ ഒരു പേരുണ്ട് കൂടസ്ഥൻ. കൂടസ്ഥൻ എന്ന് പറഞ്ഞാൽ കൂടവത് തിഷ്ഠതി ഇതി കൂടസ്ഥൻ. അതായത് ഈ കൊല്ലന്റെ ആലയിൽ ഇരുമ്പ് ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, ഇപ്പൊ താക്കോലായാലും കത്തിയാലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇരുമ്പിന്റെ വലിയ പലക ഉണ്ടാവും, നല്ല കട്ടിയുള്ള ഒരു പലക, പീഠം. അതിൽ വെച്ചിട്ടാണ് ഇയാൾ പണികളൊക്കെ ചെയ്യുക. എല്ലാ പണികളും ചെയ്യുമ്പോൾ ആ പലകയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല, അതങ്ങനെ തന്നെ നിൽക്കും. ഇതുപോലെ ഈ ശരീരത്തിനും മനസ്സിനും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവുമ്പോഴും നമ്മളെ നമ്മളാക്കി തീർക്കുന്ന ഈശ്വര ചൈതന്യത്തിന് യാതൊരു മാറ്റവുമില്ലാത്തതുകൊണ്ടാണ് ഭഗവാനെ എന്തു പേര് വിളിക്കുന്നത്? ഈ കൂടായിരിക്കുന്ന ശരീരത്തിൽ ഇരുന്നിട്ടും യാതൊരു മാറ്റങ്ങളില്ലാതെ ഇരിക്കുന്നവൻ ആരോ അവൻ കൂടസ്ഥൻ. കൂടെന്ന് പറഞ്ഞാൽ ഒരു കൂട്. ഈ ശരീരം ഒരു കൂട് പോലെയാണ്. അതിൽ ഇരുന്നുകൊണ്ട്, അതിൽ പ്രവർത്തിച്ചുകൊണ്ട് യാതൊരു മാറ്റങ്ങൾക്കും പരിണാമങ്ങൾക്കും വിധേയനാവാതെ ഒരുപോലെ എന്നും ഇരിക്കുന്നവനാരോ അവൻ കൂടസ്ഥൻ. അതേ അർത്ഥത്തിലാണ് അച്യുതൻ എന്ന പദങ്ങളൊക്കെ ഭഗവാനെ വിളിക്കുന്നത്. അച്യുതൻ എന്നുള്ള പദം നാളെ വരുമ്പോൾ നമുക്ക് വിസ്തരിക്കാം. അപ്പൊ സ്ഥ എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാനാണ് അർത്ഥം. പീഠസ്ഥൻ എന്താണ്? ഗൃഹസ്ഥൻ, ഗൃഹജീവിതത്തിൽ ഇരുപ്പുറപ്പിച്ചവൻ. ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരു പണിക്കും പോവാതെ വീട്ടിലിരിക്കുന്നവൻ അർത്ഥത്തിലല്ല, ഗൃഹജീവിതത്തിൽ ഉറപ്പിച്ചവൻ ഗൃഹസ്ഥൻ. പിന്നെ നമുക്ക് നല്ല പരിചയമുള്ള ഒരു പദമാണ് അസ്വസ്ഥൻ എന്നുള്ളത്. അസ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥതയിൽ മനസ്സിനെ ഉറപ്പിച്ചവനാരോ അവൻ അസ്വസ്ഥൻ. അത് നമുക്കുണ്ട് നല്ലോണം, അത് പറയേണ്ട ആവശ്യമില്ല, അത് അനുഭവമാണ്. അപ്പൊ സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അസ്വസ്ഥത ഇല്ലാത്തവനെയാണ് നമ്മൾ സ്വസ്ഥൻ എന്ന് വിളിക്കുക. അങ്ങനെയാണല്ലോ. ഇപ്പൊ വളരെ സ്വസ്ഥമായിട്ടിരിക്കണോ എന്ന് പറയാം. വാസ്തവത്തിൽ അതല്ല സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. സ്വ എന്നുള്ള ശബ്ദത്തിന് ഭഗവാൻ എന്നാണ് അർത്ഥം. അപ്പൊ ആരുടെ മനസ്സാണോ പ്രേമത്തോടുകൂടി ഭഗവാനിൽ ഉറപ്പിക്കുന്നത് അവരെയാണ് എന്ത് വിളിക്കുന്നത്? സ്വസ്ഥൻ. അപ്പൊ നമ്മളൊക്കെ സ്വസ്ഥന്മാരാണോ? നമ്മളൊക്കെ മുക്കാൽ പങ്കും ഭാഗവും അസ്വസ്ഥന്മാരായിട്ട് ഇരിക്കാനുള്ള കാരണം ആ ഭഗവത് പ്രേമത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തി നമ്മളാരും ഉറപ്പിക്കുന്നില്ല. നമ്മൾ അമ്പലത്തിൽ ശാന്തി ഉണ്ടോ എന്ന് പറയുമ്പോഴും അമ്പലത്തിലൊക്കെ പോയി തൊഴുന്ന സമയത്ത് വല്ലവനും ചവിട്ടി അല്ലെങ്കിൽ ഒരു കുത്തോ ഇടിയോ തരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഗുരുവായൂരൊക്കെ പോയിട്ട് ഇങ്ങനെ പ്രേമത്തോടുകൂടി ഗുരുവായൂരപ്പാ ഒന്നും പറയേണ്ട, ഓരോരോ വിഷമങ്ങൾ ഇങ്ങനെ വരണമെന്നൊക്കെ പറഞ്ഞ ആ സങ്കടത്തോടുകൂടിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ കുറച്ചു നേരത്തേക്ക് മനസ്സങ്ങനെ സന്തോഷത്തിലിരിക്കുമ്പോൾ ആ പാറാവുകാരൻ മുന്നോട്ട് പറഞ്ഞ ഒരു കുത്തു തന്നു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പാ അവന് 2 കൊടുക്കണമെന്ന് പറയും. അപ്പോഴേക്കും മനസ്സ് അസ്വസ്ഥമായി, കഴിഞ്ഞ മനസ്സിന്റെ സ്വസ്ഥത പറയുക. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ സ്വസ്ഥതയെ തകർക്കാൻ സാധിക്കുമെങ്കിൽ യഥാർത്ഥമായൊരു സ്വസ്ഥതയിലേക്ക് നമ്മൾ ഉയർന്നിട്ടില്ല എന്ന് ഉറപ്പിക്കണം. യഥാർത്ഥമായ സ്വസ്ഥതയിലേക്ക് ഉയർന്നവന് പിന്നെ അസ്വസ്ഥതകളൊന്നും അങ്ങനെയൊന്നും ബാധിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു മനസ്സിനെ ഉയർത്തണമെങ്കിൽ എന്തു വേണം? പറയണോ? സ്വസ്ഥനായി തീരണമെങ്കിൽ പാദാബ്ജം പ്രാപ്യ, അവിടുത്തെ പാദത്തെ ശരണം പ്രാപിക്കണം ഭഗവാനെ. ഭഗവാന്റെ പാദം എന്ന് പറഞ്ഞാൽ ഭഗവത് തത്വം എന്നർത്ഥം. എവിടെ പാദം എന്നുള്ള അർത്ഥം ശബ്ദം വരുന്നു അവിടെയൊക്കെ ഭഗവത് തത്വം, ഭഗവത് സാന്നിധ്യം എന്നർത്ഥം എടുക്കണം. പാദത്തിലാണല്ലോ നമ്മളൊക്കെ നിൽക്കുന്നത്. ഈ പാദം എന്നുള്ള ശബ്ദവും വളരെ മനോഹരമാണ്. പുരാണങ്ങളുടെ ഭാഷയാണ് ഭഗവത് പാദം എന്നുള്ളത്. നമ്മൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ വിഗ്രഹത്തിലോ ആവട്ടെ, അവിടെ പൂക്കളോ മറ്റോ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ പൂക്കളെടുത്ത് ക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാന്റെ പാദത്തിൽ കൊണ്ടുവയ്ക്കും, നമ്മുടെ വീട്ടിലാണെങ്കിൽ ഫോട്ടോയിലും ഭഗവാന്റെ പാദത്തിൽ നമ്മൾ അർപ്പിക്കും. ഭഗവാന്റെ പാദത്തിലാണ് എന്തും അർപ്പിക്കുക. എല്ലാം ഭഗവത് പാദത്തിലാണ്. ഭഗവാനെ അവിടുത്തെ പാദങ്ങളിൽ ശരണം തരണേ എന്നല്ലേ പ്രാർത്ഥിക്കുക. അവിടുത്തെ പാദങ്ങളിൽ എനിക്ക് പ്രേമവും ഭഗവാനെ ശരണാഗതി തരണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പാദം എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ശരീരത്തിന്റെ ഒരവയവെന്നാണോ നമ്മൾ അർത്ഥമാക്കുന്നത്? അങ്ങനെ ആയിരിക്കരുത് പ്രിയാണ്. ഈ ശരീരം മുഴുവൻ നിൽക്കുന്നത് നമ്മുടെ പാദത്തിലാണ്. അതായത് ശരീരത്തിന് ആശ്രയമായി നിൽക്കുന്നത് പാദമാണ്. എപ്പോൾ പാദങ്ങൾ തളർന്നുവോ പിന്നെ ശരീരത്തിന് നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ശരീരം തളർന്നാൽ നമുക്കൊരു വടി പിടിക്കേണ്ടി വരുന്നത്. പറയും, ഇപ്പോൾ എൻ്റെ ജീവിതം ഒരു വടിയിലാണ് ആശ്രയിച്ചിരിക്കുന്നത് പറയാറില്ലേ? അപ്പം ആ വടി പിടിക്കുന്ന സമയത്ത് പാദത്തിന് പകരം
നമ്മൾ ആശ്രയിക്കുന്നത് വടിയായിത്തീരുന്നു. അപ്പൊ പാദം എന്ന് പറയുന്നത് ആശ്രയമാണ്. നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവൻ നിലനിർത്തുന്നത് ഭഗവത് ആശ്രയമാണെന്ന ബോധം എപ്പോൾ നമുക്ക് വരുന്നു, അതാണ് വാസ്തവത്തിൽ ഭഗവത് പാദം എന്ന് ഉറപ്പിക്കണം. നമ്മൾ ഭാഗവതത്തിലും അവസാനം നമ്മളെ എത്തിക്കുന്നത് ആശ്രയത്തിലേക്കാണ്. അത് മറന്നു പോകരുത്. 10 ലക്ഷണങ്ങൾ പറയുമ്പോൾ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഉദയ, മന്വന്തരം, ഈശാനകത, നിരോധം, മുക്തി, ആശ്രയം. ഭാഗവതത്തിനും പറയാനുള്ളത് ആശ്രയമാണ്. ഭഗവാന്റെ പാദം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടതും ആശ്രയമാണ്. ആ ആശ്രയമുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മളായിട്ട് നിലനിൽക്കുന്നതെങ്കിൽ ആരെയാണ് ഇവിടെ ആശ്രയിക്കേണ്ടത്? ആരെ ആശ്രയിച്ചാലാണ് സ്വസ്ഥനായി തീരാൻ സാധിക്കുക? മനസ്സുകൊണ്ട് ആ ഭഗവാനെ തന്നെ പ്രേമത്തോടുകൂടി ആശ്രയിക്കുമ്പോഴാണ് ആത്മാർത്ഥമായ ഒരു സത്യസന്ധമായ ഒരു ദൃഢമായ ഒരു സ്വസ്ഥത ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അതൊരു ഇമാജിനേഷനാവും, ഒരു വെറും സങ്കല്പം മാത്രവും സ്വസ്ഥത എന്നുള്ളത് എന്ന് പറഞ്ഞ് ഭഗവാന്റെ പാദത്തിൽ വീണിട്ട് പറഞ്ഞു, അഹോ ആശ്ചര്യം, ഇത്രയും വലിയ ഭഗവാനെ ഈ ശംഖചക്ര കഥകളൊക്കെ എന്റെ ഗർഭത്തിൽ നിന്ന് എങ്ങനെയാ പുറത്തു വന്നത് എനിക്ക് മനസ്സിലാവില്ല. ഈ ആയുധങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളത്. എന്തോ ഇന്നത്തെ കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ ആയുധമൊന്നായിട്ട് വരുന്നില്ല, ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടമായിരുന്നു. വളരെ ആശ്ചര്യത്തോടുകൂടി ദേവകീ ദേവി പറയാണ്, വളരെ കാർമേക വർണ്ണത്തിലിരുന്ന അങ്ങ് അത്ഭുതകരമായ രൂപം കാണിച്ച് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഭഗവാനെ. അതുകൊണ്ട് ഈ രൂപത്തെ മറച്ച് ആ കുഞ്ഞിന്റെ രൂപത്തിലേക്കൊന്ന് വരൂ. അമ്മയുടെ ആ മാതൃഭാവം അപ്പോഴേക്കും ഉണരുകയാണ്. ഇത് കണ്ടപ്പോൾ ഭഗവാൻ ഒരു ഉപദേശം കൊടുക്കുകയാണ് അമ്മയ്ക്ക്. അമ്മേ, ഞാൻ എന്തിനാണ് ഇങ്ങനെ രൂപം എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പൂർവജന്മ സ്മൃതി ഉണ്ടാക്കിത്തരാനാണ്. എത്രയോ വർഷം കഠിനമായ തപസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പുത്രനായിട്ട് ജനിച്ചത്. ഈ ജന്മം മാത്രമല്ല, ഇതിനു മുമ്പ് ഞാൻ പുത്രനായിട്ട് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് പൃശ്നീഗർഭൻ എന്ന പേരിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് സ്മരണ ഉണ്ടാവില്ല, ഞാൻ വാമനമൂർത്തിയായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ വീണ്ടും തപസ്സിന്റെയും നിങ്ങളുടെ ആ പ്രേമത്തിന്റെയും ഫലമായിട്ട് ഞാൻ കൃഷ്ണരൂപത്തിൽ വന്നിരിക്കുന്നു. ഇനി എനിക്കൊരു അപേക്ഷയുണ്ട്. ഇതാണ് ഭഗവാൻ ജയിലിൽ വെച്ച് പിതാവിനും അമ്മയ്ക്കും കൊടുക്കുന്ന ഒരു ഉപദേശം. എന്താണത്? യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൾ ചിന്തയന്തോ കൃതസ്നേഹോ യാസേദേ മദ്ഗതിം പരാം. ഇത് വളരെ ഗംഭീരമായൊരു ഉപദേശമാണ്. ജീവിതം ലീലയാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു കാഴ്ചപ്പാട് എപ്പോഴും ഉണ്ടാവണം. നല്ലതാണ്.